നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാളങ്ങളിൽ കുടുങ്ങുന്ന യാത്രാ ദുരിതം. കുശാൽ നഗർ മേൽപ്പാലത്തിനായി സമരം തുടങ്ങും. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരം 24-ന് നാടിന് സമർപ്പിക്കും. പൂർത്തിയായത് മലയോരത്തിന്റെ സ്വപ്നം. കോൺഗ്രസ് നയങ്ങൾക്ക് സിപിഎമ്മിന്റെ രഹസ്യ പിന്തുണയെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം NP രാധാകൃഷ്ണൻ. ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധം. അവകാശ സംരക്ഷണ ജാഥയുമായി SFI. നഗരക്കാഴ്ചകൾ ഒപ്പിയെടുത്ത ഫോട്ടോഗ്രാഫർമാർ. ജില്ലാതല ഫോട്ടോഗ്രാഫി മത്സരം കാഞ്ഞങ്ങാട്ട് നടന്നു. വാർദ്ധക്യകാല പെൻഷനും മുടങ്ങുന്നു. സീനിയർ സിറ്റിസൺ ഫോറം പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വാസത്തിന്റെ വിശുദ്ധിയും ഒത്തുചേർന്ന പരപ്പ തളി ക്ഷേത്രത്തിൽ നിറമഹോത്സവം. വാർത്തകൾ വിശദമായി. കുശാൽ നഗർ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്താൻ തീരുമാനം. വർഷങ്ങളായി പാളങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന തീരദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം തേടിയാണ് കുശാൽ നഗർ മേൽപ്പാലത്തിന്റെ കർമ്മസമിതി പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. മേൽപ്പാലം കർമ്മസമിതി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തീരദേശ ബന്ദ്, മനുഷ്യച്ചങ്ങല, RDO ഓഫീസ് മാർച്ചുകൾ ഉൾപ്പെടെ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനാണ് തീരുമാനം. ജനകീയ കൂട്ടായ്മ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായ തടസ്സം ഇവിടുത്തെ ആളുകളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ് എന്ന് പറഞ്ഞത് നന്നായി. പക്ഷെ മുഹമ്മദ് കുഞ്ഞി എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്ത് ഇവരെ രണ്ടുപേരെയും തടഞ്ഞു വെക്കണമെന്ന ഏർപ്പാടുണ്ടാക്കിയോ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കാനെന്നേ എനിക്ക് സംശയമുള്ളൂ. 3 വണ്ടി പോകുന്നവരെ നമ്മളപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആവശ്യം ബോധ്യപ്പെടാത്തൊരു വിഷയമില്ല. ഇവിടെ ആയാലും തൊട്ടപ്പുറത്തായാലും ഈ ഓവർബ്രിഡ്ജുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റെയിൽവേയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അധിവസിക്കുന്ന, പടിഞ്ഞാറെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കിഴക്ക് ഭാഗത്തുള്ളവർക്കും പടിഞ്ഞാറുള്ളവർക്ക് കിഴക്കോട്ട് പോകണം, കിഴക്കോട്ടുള്ളവർക്ക് പടിഞ്ഞാറോട്ട് പോകണം. അങ്ങനെയാണല്ലോ. കർമ്മസമിതി ചെയർമാൻ K മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ, പ്രഭാകരൻ വാഴുന്നോറടി, രവീന്ദ്രൻ പുതുക്കൈ, ശിവദത്ത്, ഖദീജ, AV രാമകൃഷ്ണൻ, DV ബാലകൃഷ്ണൻ, KP മോഹനൻ, HR ശ്രീധരൻ, T മുഹമ്മദ് അസ്ലാം, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരം 21-ന് രാവിലെ 9:30-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 2010-ൽ രൂപവൽക്കരിച്ച പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് 2 കോടി രൂപ ചെലവഴിച്ചാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ആസ്ഥാന മന്ദിരത്തിൽ ശിശുവികസന പദ്ധതി കാര്യാലയം, പട്ടികജാതി വികസന കാര്യാലയം, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ്, വ്യവസായ വ്യാപന കേന്ദ്രം, മീറ്റിംഗ് ഹാൾ, ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയവ പ്രവർത്തിക്കും. അതിന്റെ ഭാഗമായി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഭരണസമിതി തീരുമാനം എടുക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ പരപ്പയിൽ ഒരു വികസന സമിതി രൂപീകരിക്കുകയും ആ വികസന സമിതിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അന്ന് ഭരണസമിതിയും വികസന സമിതിയും. 21-ന് രാവിലെ 9:30-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KC ജോസഫ് അധ്യക്ഷനാവും. MP, MLA-മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ, ടോമി പാച്ചേരി, രവി കോഹിനൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K അബ്ദുള്ള, MP ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്ന് BJP സംസ്ഥാന സമിതി അംഗം NP രാധാകൃഷ്ണൻ. CPM കോൺഗ്രസിന്റെ നയങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുകയാണെന്നും അദ്ദേഹം നീലേശ്വരത്ത് പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, അവരുടെ നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് അന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും.
48% ഹിന്ദു ചുരുങ്ങിയിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞാൽ ഹിന്ദു ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ പിന്നിൽ പോകും. മൗദൂദിയുടെ വാക്കുകൾ അതുപോലെ നടപ്പിലാക്കിയാൽ നമ്മുടെ അവസ്ഥ ഒന്നാലോചിച്ചു. ഇപ്പം മുസ്ലിം ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു വന്ന് അവർ ഭൂരിപക്ഷമാവുന്നു. നാളെ നമ്മൾ ന്യൂനപക്ഷമായാൽ അവർ പറയും ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അതല്ല മൗദൂദിയൻ ചിന്തകളാണ് നടപ്പിലാക്കുന്നവരുന്നു. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് BJP ഊർജിതമായ നീക്കം തുടങ്ങി. CPMന്റെ ചുവപ്പുകോട്ടകളിൽ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കാനും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനുമാണ് ശ്രമം. PV സുകുമാരന്റെ അധ്യക്ഷതയിൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത്, T രാധാകൃഷ്ണൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, AK ചന്ദ്രൻ, PV വിജയകുമാർ, ഉമേശൻ വട്ടപ്പോയിൽ എന്നിവരും സംബന്ധിച്ചു. ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൽ SFIയുടെ പ്രതിഷേധം. SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി യാത്രാ അവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചു. ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് അനീതി കാട്ടുന്നതായി ആരോപിച്ചാണ് SFI കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി യാത്രാവകാശ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്ര കാഞ്ഞങ്ങാട് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റിയാണ് SFI പ്രതിഷേധം അറിയിച്ചത്. കാഞ്ഞങ്ങാട് നടന്ന സമാപന യോഗം SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ SFI നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നുമായി എല്ലാ ഏരിയ തലങ്ങളിലും യാത്രാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ ഇടപെടലിന് SFI നേതൃത്വം കൊടുക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിരവധിയായ പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയെല്ലാം നാം നേടിയെടുത്ത യാത്രാവകാശമെന്ന വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ മൗലികാവകാശത്തെ കവർന്നെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ അധികാരികളും ബസ്സുടമകളുമെല്ലാം സംഘടിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെ വേറിട്ടൊരു സമരത്തിന്, പ്രക്ഷോഭത്തിന് കേരളത്തിൽ SFIക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുന്നു. K വിദ്യാധരൻ, അജേഷ്, വൈശാഖ് ശോഭനൻ, K മഹേഷ് എന്നിവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫി ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാതല ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചു. നഗരക്കാഴ്ചകൾ എന്ന വിഷയത്തിലാണ് ഫോട്ടോഗ്രാഫി മത്സരം നടന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന നിർവാഹക സമിതി അംഗം KC എബ്രഹാം മത്സരം ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി ദിനം എല്ലാ വർഷവും കേരളത്തിലെ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ലോക ഫോട്ടോഗ്രാഫി ദിനം അതിഗംഭീരമായ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും വിവിധ പരിപാടികൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നാളെ ആഗസ്റ്റ് 19 ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന, ഗോവിന്ദൻ ചങ്കരങ്കോട്, രമേശൻ മാവുങ്കാൽ, സുധീർ അശോകൻ പൊയിനാച്ചി, മേഖലാ പ്രസിഡന്റ് കലാധരൻ പൊയിനാച്ചി, സണ്ണി മാണിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണം. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. 2013 പരിഷ്കരിച്ച വയോജന നയം നടപ്പിലാക്കുക, ബസ്സുകളിലെ സീറ്റ് സംവരണം പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം പ്രവർത്തകർ സമരരംഗത്തിറങ്ങിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് C. നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാർഷിക വരുമാനം 1,00,000 എന്ന് കൊണ്ടുവരാം, അത് വ്യക്തി വരുമാനമാക്കണമെന്നില്ല, ആ ഒരു ആവശ്യം ഇപ്പോഴും കിടക്കുന്നു. ബസ്സിൽ 4 സീറ്റുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പാലക്കാട് സൗത്തിൽ വേറൊരു ആവശ്യം വന്നു, ഞാൻ ബസ്സിലാണ് വന്നത്. അതിൽ തൂങ്ങി നിൽക്കുന്ന ഇതുപോലുള്ള അമ്മമാരുടെ സ്ഥിതി കണ്ടാൽ, അല്ലെങ്കിൽ വയസ്സായ വയസ്സന്മാരുടെ സ്ഥിതി കണ്ടാൽ വലിയ പരിതാപമായി തോന്നും. അതായത് നീലേശ്വരം കാഞ്ഞങ്ങാട് ബസ്സിലുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ ഇപ്പോൾ കണ്ടു, രാവിലെ കണ്ടത്. V. കൃഷ്ണൻ മാസ്റ്റർ, K. അമ്പാടി, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പ്രവർത്തനം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറി. ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പ്രവർത്തനം പുതിയകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറി. പ്രവർത്തനോദ്ഘാടനം ജില്ലാ സപ്ലൈ ഓഫീസർ M. വിജയൻ നിർവഹിച്ചു.
ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീകുമാർ, വെള്ളരിക്കുണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ സക്കീർ അലി, KN ബിന്ദു, TR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങൾക്ക് ഒത്തുചേരാൻ പെരിയയിൽ പകൽ വിശ്രമ കേന്ദ്രം തുടങ്ങി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് വിശ്രമ കേന്ദ്രം തുറന്നത്. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും വിരസതകളിൽ നിന്നും മോചനമേകാൻ പെരിയയിൽ പകൽ വിശ്രമ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കായി പകൽ വിശ്രമ കേന്ദ്രം തുറന്നത്. പകൽ വിശ്രമ കേന്ദ്രം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലും ലഭ്യമായി അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ് മുതൽ അവരോട് കാസർഗോഡ് വരെ പരിശോധിച്ച് നന്നായി ജനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി സർക്കാർ വികസനത്തിലേക്ക് നടത്തിയതിനനുസരിച്ച് നമ്മുടെ നിങ്ങളുടെ മന്ത്രി പുതുതയാണ് കാര്യത്തിൽ ചേർന്നത്. ഞാൻ കേരളത്തിലെ രാമകൃഷ്ണൻ തുടങ്ങി 9 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ, TK അഹമ്മദ് ഷാഫി, സുനു ഗംഗാധരൻ, M. ഗൗരി, P. മാധവൻ, ഗീതാ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PR ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. രാജൻ സ്വാഗതം പറഞ്ഞു. ജനതാദൾ യു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ നടന്നു. തെരുവത്ത് AUP സ്കൂളിലാണ് കൺവെൻഷൻ നടന്നത്. ജനതാദൾ യു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ A. കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. അതിനെ പഠിപ്പിച്ചതിന് ശേഷം എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ നിഷ്കർഷിച്ചു, ഇന്ന സ്ഥലത്ത് വെച്ച് നേരിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാനുള്ള തീരുമാനമെടുത്തു. ഭൂരിപക്ഷം പഞ്ചായത്തുകളും അത് നടപ്പിലാക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെടുന്ന വോട്ടുകളെ മുഴുവനും ഞങ്ങൾക്ക് പരമാവധി ചേർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഞങ്ങൾ വിളിച്ചു ചേർത്ത് അതിനിടയ്ക്ക് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ഏതൊക്കെ സീറ്റുകളിലാണ് നിങ്ങൾ മത്സരിച്ചത്, ഏതൊക്കെ സീറ്റുകളാണ് പരാജയപ്പെട്ടുപോയത്, എത്ര സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടി, ഏതൊക്കെ സ്ഥാനങ്ങളാണ് നിങ്ങൾ വഹിച്ചത് എന്ന സർക്കുലർ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ആ സർക്കുലറിന് ഞങ്ങൾ വ്യക്തമായ മറുപടി ഞങ്ങൾ തയ്യാറാക്കി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുകയുണ്ടായി. ജനതാദൾ യു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. കിഷൻ ചന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. AV രാമകൃഷ്ണൻ, K. ദിവ്യ, പ്രൊഫസർ AK ശങ്കരൻ മാസ്റ്റർ, PP സുന്ദരൻ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, PV കുഞ്ഞിരാമൻ, കൃഷ്ണൻ പനങ്കാവ്, M. കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷകർ പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സത്യാഗ്രഹം. UDF സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങളും കർഷക വഞ്ചനയും തുറന്നുകാട്ടി കേരള കർഷക സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ P. രഘുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ സംഭരണ ഏജൻസികൾ ഇപ്പോ ആകെ പ്രശ്നത്തിലായി. അതേ അവസരത്തിൽ തന്നെ കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് അവര് യഥേഷ്ടം ഇറക്കുമതി നയത്തിന് വരുത്തിയ ഇളവുകൾ, അത് ആസിയാൻ കരാർ തൊട്ടുണ്ട്, ഞാൻ അതിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല. ചുങ്കരഹിതമായിട്ട് വിഭവങ്ങൾ ഇറക്കുവാൻ അവസരം ഒരുക്കി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വില കിട്ടിയതാണ്. തേങ്ങയ്ക്ക് വില കിട്ടാൻ കാരണം ഒന്ന്, ഉൽപാദന കുറവ്, രണ്ട്, അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള വരവിന്റെ കുറവായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? 20,000 ടൺ ഒറ്റയടിക്ക് ഇറക്കുമതി ചെയ്ത ഉടനെ എണ്ണയുടെ വില കുറഞ്ഞു. ഇതേ സ്ഥിതിവിശേഷമാണ് റബ്ബർ കർഷകൻ അനുഭവിക്കുന്നത്. ജില്ലാ കമ്മിറ്റി മെമ്പർ KP പ്രഭാകരൻ അധ്യക്ഷനായി. നാളികേരം, റബ്ബർ, ഏലം എന്നിവയുടെ വിലയിടിവ്, കർഷക പെൻഷൻ നിഷേധിക്കൽ, നെല്ല് സംഭരണ വില പ്രഖ്യാപിക്കാതിരിക്കൽ, പ്രകൃതിക്ഷോഭം നിമിത്തം നശിച്ച വിളകളുടെ നഷ്ടപരിഹാര തുക വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. K. ഭുജംഗശെട്ടി, K. വേണുഗോപാലൻ, CV കൃഷ്ണൻ, A. രവീന്ദ്രൻ, BR ഗോപാലൻ, മോഹനൻ ബേർക്ക, അബ്ദുൾ റഹ്മാൻ ധന്യവാദ്, P. ശിവപ്രസാദ്, A. നാരായണൻ എന്നിവർ സത്യാഗ്രഹ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് 19-ന് ഹജ്ജ് ഡിജിറ്റൽ ക്ലാസ് സംഘടിപ്പിക്കും. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു.
കാഞ്ഞങ്ങാട് മണ്ഡലം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് ഡിജിറ്റൽ ക്ലാസും ഹാജിമാർക്കുള്ള യാത്രയയപ്പും 19 രാവിലെ 10 മണിക്ക് നടക്കും. ഹജ്ജ് ഡിജിറ്റൽ ക്ലാസിന് CT അബ്ദുൽ ഖാദർ നേതൃത്വമേകും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൊവ്വൽ അബ്ദുൾ റഹ്മാൻ, പാലാട്ട് ഇബ്രാഹിം ഹാജി, ബഷീർ കല്ലഞ്ചിറ, CP കമറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ തുടരുന്നു. കർഷക ദിനാചരണം കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഇലക്കറികളുടെ പ്രദർശനം കൗതുകമായി. ആദ്യകാല ഗാർഹികോപകരണങ്ങളും പ്രദർശിപ്പിച്ചു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇക്കോ ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഴയകാല ഗാർഹികോപകരണങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. കുട്ടികൾ ശേഖരിച്ച 100ഓളം വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇലക്കറികളുടെയും ഇലയപ്പത്തിന്റെയും പ്രദർശനം കൗതുകമായി. ആഘോഷത്തിന്റെ ഭാഗമായി പരപ്പയിലെ കർഷകനായ കുഞ്ഞമ്പൂതാനുമായി കുട്ടികൾ സംവദിക്കുകയുണ്ടായി. പ്രദർശനം PTA പ്രസിഡന്റ് C മധു ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ M ഭാസ്കരൻ, PM മധു, CV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. VK ഭാസ്കരൻ, P സരോജിനി, ശശിലേഖ, ദിനേഷ് K, പ്രസീജ എന്നിവർ നേതൃത്വമേകി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പട്ടാക്കൽ മാതൃസംഘ ഹാളിന്റെയും സേവാഗ്രാം വാർഡ് കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 34-ാം വാർഡിലാണ് കെട്ടിടോദ്ഘാടനം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് മാതൃസംഗമ ഹാൾ നിർമ്മിച്ചത്. സേവാഗ്രാം വാർഡ് കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സേവാഗ്രാം വാർഡ് കേന്ദ്രം നടത്തണം എന്നുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം അതാത് വാർഡ് കൗൺസിലർമാരുടെ അല്ലെങ്കിൽ നഗരസഭയിലെത്തി നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസരമാണ് സാധാരണയായി ഉള്ളത്. പലപ്പോഴും നമ്മൾ നഗരസഭയിലെത്തുമ്പോൾ നമ്മൾ ഏത് സെക്ഷനിലാണോ നമ്മുടെ പരാതികൾ അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്റെ അഭാവം മൂലം നമ്മൾ ഒരു ദിവസത്തെ ജോലി തന്നെ ഉപേക്ഷിച്ചാൽ നമ്മൾ നഗരസഭയിലെത്താറ്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ L സുലേഖ, അനിൽ വാഴുന്നോറടി, KV കൃഷ്ണൻ, രജനി തുടങ്ങിയവർ സംസാരിച്ചു. രാമായണ മാസക്കാലത്തിന് സമാപനം. ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നു. രാമായണ മാസാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി കല്യാണം മുത്തപ്പൻ മടപ്പുരയിൽ നടന്ന ആധ്യാത്മിക സദസ്സ് ദാമോദരൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകത്ത് ഒരു കാര്യവും കാളിദാസന്റേതായാലും ഭാസന്റേതായാലും മറ്റ് ഒരുപാട് സാഹിത്യ ലോകത്ത് കണ്ട ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടികൾ നാന്ദയും കൃഷ്ണയും പോലുള്ള ഗ്രന്ഥ സമുച്ചയങ്ങളുടെ ഗോപുരങ്ങൾ ഉണ്ടായത് നമ്മുടെ ഭാരതത്തില. അവിടെയുള്ള ഏതൊരു ഗ്രന്ഥത്തിൽ അതിന്റെ ആമുഖത്തിൽ ആദ്യം തുടർന്ന ഒരു പദ്യത്തിൽ നീ നശിച്ചു പോട്ടെ എന്നുള്ള വ്യാഖ്യാനം ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് അലയോ ശ്രീനാരായണ, അലയോ ശ്രീരാമചന്ദ്ര, നീ നീർനാൾ വാഴട്ടെ. എന്തുകൊണ്ട് നീ ദുരാഗ്രഹിയായ കൗണ്യവിധനങ്ങളിൽ ഒന്നിനെ മണ്ഡോദരി രാവണന്മാരിൽ അതിൽ ആംഗുലി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ദുരാഗ്രഹിയായ രാവണനെ നീ കൊന്നില്ലേ. ശാസ്താനാരായണൻ അധ്യക്ഷനായി. മടിക്കൈ കമ്മാരൻ, KV ബാലകൃഷ്ണൻ, അജയകുമാർ നെല്ലിക്കാട്ട്, MP ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം സ്വതക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും എറണാകുളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ തിമിര ശസ്ത്രക്രിയ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം പൂക്കോയത്തങ്ങൾ സ്മാരക ALP സ്കൂളിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നത്. ക്യാമ്പ് സ്കൂൾ മാനേജർ K മൊയ്തീൻ കുഞ്ഞി ഹാജി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മദനി അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മാസ്റ്റർ P രാജീവൻ, PTA പ്രസിഡന്റ് P അബ്ദുൾ റഹ്മാൻ, PP ഷെരീഫ്, PH അബ്ദുൾ റഹ്മാൻ, മഹമ്മൂദ് മുറിയനാവി, പവിത്രചന്ദ്രൻ മാസ്റ്റർ, അനൂപ് കുമാർ, നാസർ മാസ്റ്റർ, ഷെരീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വാസത്തിന്റെ വിശുദ്ധിയും ഒത്തുചേരുന്ന അപൂർവവേള പരപ്പ തളി ക്ഷേത്രത്തിൽ നടന്ന നിറമഹോത്സവം ഭക്തർക്ക് സായുജ്യമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നാമജപഘോഷങ്ങളുടെ അകമ്പടിയോടെ മേൽശാന്തി ബ്രഹ്മശ്രീ VN രാജേഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സവിശേഷ ചടങ്ങുകൾ നടന്നത്. കർക്കിടക മാസം 31 രാവിലെ 8:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിശേഷാൽ പൂജാവിധികളോടെ നിറമഹോത്സവം നടന്നത്. ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടി ഗ്രാമത്തിലെ കർഷക സമൂഹം പാരമ്പര്യമായി അനുവർത്തിച്ചു പോരുന്ന ഒരു ഉപചാരമാണ് നിറ. പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ സസ്യലതാദികൾ ആല് മുതൽ പൈലുവള്ളി വരെ ക്രമമായി അടുക്കി നെൽക്കതിർ അതിൽ കെട്ടി ദേവന് സമർപ്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രത്തിലും വീടുകളിലും കെട്ടിയാണ് നിറമഹോത്സവം ആഘോഷിക്കുന്നത്. നിറമഹോത്സവത്തിന്റെ ഭാഗമായി തളിയിൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരം ശുചീകരിച്ചു.
രാവണേശ്വരം വരദകലാക്ഷേത്രത്തിലെ നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിലാണ് കുട്ടികൾക്ക് പരിശീലനം ലഭിച്ചത്. രാവണേശ്വരത്ത് ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്ന വരദ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. രാമചന്ദ്രൻ മാസ്റ്ററുടെയും ധന്യ രാമചന്ദ്രന്റെയും കീഴിൽ നൃത്തം അഭ്യസിച്ച 12ഓളം കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. രാമഗിരി വിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് വരദ കലാക്ഷേത്രം ഡയറക്ടർ വരദ നാരായണൻ നേതൃത്വമേകി. കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള തുടങ്ങി. പഴയ LIC കെട്ടിടത്തിലാണ് മേള നടക്കുന്നത്. കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും നേതൃത്വത്തിലാണ് ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള നടക്കുന്നത്. ജില്ലാ കൈത്തറി വികസന സമിതിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മേള ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കീഴൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നെയ്ത്ത് ശാലകൾ അല്ലെങ്കിൽ പണികൾ അന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. കാസർഗോഡ് തെരുവ്, എല്ലാ തെരുവുകളും തെരുവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രത്യേകിച്ച് പഴയ ജില്ല ഒന്നാണല്ലോ, ആ തെരുവെല്ലാം നെയ്ത്തുവിന്റെ തെരുവാണ്. അവിടെ ഉണ്ടായിരുന്ന അവിടെ നെയ്ത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ആ നെയ്ത്തുമായി ഉപജീവനം കഴിച്ചു പോന്നിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ, അവരുടെ ഒരു ജീവിതം കാണാൻ നമുക്ക് ഇടവന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോറടി ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൌൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓമന നൈനാൻ, C. മാധവൻ, രവീന്ദ്രൻ മാണിയാട്ട്, M. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ D. രാജേന്ദ്രൻ സ്വാഗതവും K. നീലാംബരൻ നന്ദിയും പറഞ്ഞു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മയുടെ ലോഗോ പ്രകാശനം ബുധനാഴ്ച വൈകിട്ട് 3:30 നടക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ മുഹമ്മദ് അസ്ലം നിർവഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാളങ്ങളിൽ കുടുങ്ങുന്ന യാത്രാ ദുരിതം. കുശാൽ നഗർ മേൽപ്പാലത്തിനായി സമരം തുടങ്ങും. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരം 24-ന് നാടിന് സമർപ്പിക്കും. പൂർത്തിയായത് മലയോരത്തിന്റെ സ്വപ്നം. കോൺഗ്രസ് നയങ്ങൾക്ക് CPM-ന്റെ രഹസ്യ പിന്തുണയെന്ന് BJP സംസ്ഥാന സമിതി അംഗം NP രാധാകൃഷ്ണൻ. ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധം. അവകാശ സംരക്ഷണ ജാഥയുമായി SFI. നഗരക്കാഴ്ചകൾ ഒപ്പിയെടുത്ത ഫോട്ടോഗ്രാഫർമാർ. ജില്ലാതല ഫോട്ടോഗ്രാഫി മത്സരം കാഞ്ഞങ്ങാട്ട് നടന്നു. വാർദ്ധക്യകാല പെൻഷനും മുടങ്ങുന്നു. സീനിയർ സിറ്റിസൺ ഫോറം പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വാസത്തിന്റെ വിശുദ്ധിയും ഒത്തുചേർന്ന പരപ്പ തളി ക്ഷേത്രത്തിൽ നിറമഹോത്സവം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.